ഇറ്റലിയിൽ ജനിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുത്രവധുവായി ഇന്ത്യയിലെത്തി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സാന്നിധ്യമായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, ഒരു സർക്കാരിന് മാർഗനിർദ്ദേശം നൽകുന്ന സമിതിയുടെ ചെയർപേഴ്സണായി ഒക്കെ പ്രവർത്തിച്ച സോണിയാഗാന്ധി അവരുടെ ഓർമ്മക്കുറിപ്പുകൾ പുറത്തു വരികയാണ്. ബിലോങ്ങിങ് എ ജേണി ഓഫ് ലവ് എന്ന പേരിലാണ് ആ പുസ്തകം നവംബർ 10 പ്രസിദ്ധീകരിക്കപ്പെടുക. അതേക്കുറിച്ച് അവരുടെ മകനും കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ആ കുറിപ്പിന് താഴെ വലിയ തോതിലുള്ള ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്ന കമൻറ്റുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറിക്കൊണ്ട് സോണിയാഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പുകളെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇന്നത്തെ +2 പ്രീ ഡിഗ്രി, അന്ന് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പരീക്ഷ കഴിഞ്ഞ് സമാധാനമായി കിടന്നുറങ്ങുന്ന 1991 മെയ് 20 രാത്രിയിലാണ് ഒരു അനൗൺസ്മെൻറ്റ് കേട്ട് ഉണരുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിലൊരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വലിയ അനൗൺസ്മെൻറ്റ്. അന്ന് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലവും കൂടെയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നൊരു കാലവും കൂടെയായിരുന്നു. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് നമ്മളിങ്ങനെ ഉണർന്നിട്ട് നമുക്കത് കേട്ടത് ശരിയാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒന്ന് കേൾക്കുന്നു. അതിനുശേഷം വീട്ടിലുള്ളവരൊക്കെ വിളിച്ചെണീപ്പിക്കുന്നു. അപ്പോൾ എന്നോട് അച്ഛൻ പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നില്ല, നീയോ സ്വപ്നം കണ്ടതോ മറ്റോ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും അനൗൺസ്മെൻറ്റ് കേൾക്കുന്നു, ഇത് ഉറപ്പിക്കുന്നു. ആ ദിവസം നമുക്കുണ്ടായൊരു നടുക്കം, അന്ന് ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ രാഷ്ട്രീയമായ അറിവും അനുഭവപരിചയവും ഒക്കെ പരിമിതമാണ്. നമുക്ക് വലിയ ഒരു വൈകാരികമായ അടുപ്പമൊന്നും രാജീവ് ഗാന്ധിയുമായി അന്നില്ല. എങ്കിൽ പോലും നമുക്ക്, എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച ആളുമായിരുന്നില്ല. എന്നിട്ട് പോലും അത് നമ്മുടെ ആ ചെറിയ കുടുംബ സാഹചര്യത്തിലുണ്ടായൊരു നടുക്കത്തിൻ്റെ ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. സോണിയാഗാന്ധി ഒരു ഓർമ്മക്കുറിപ്പ് എഴുതുമ്പോൾ ആ ദിവസത്തെക്കുറിച്ച് അവർക്കുണ്ടാകുന്നൊരു നടുക്കത്തിൻ്റെ ഒരു ആഴം ഒരുപക്ഷെ ഈ പുസ്തകത്തിലുണ്ടായേക്കും. അതുപോലെ നടുക്കുന്ന പല സംഭവങ്ങളിലൂടെ അവരുടെ ജീവിതം കടന്നു പോയിട്ടുണ്ട്. ആദ്യം സഞ്ജയ് ഗാന്ധിയുടെ മരണം, പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം, രാജീവ് ഗാന്ധിയുടെ കൊലപാതകം, പിന്നെ രാഷ്ട്രീയത്തിലുണ്ടായ വലിയ സംഭവവികാസങ്ങൾ, ഒരു പ്രധാനമന്ത്രി പദം ത്യജിക്കൽ, അത് കഴിഞ്ഞതിന് ശേഷം സ്വന്തം ഭർത്താവിൻ്റെ ഘാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് മാപ്പ് നൽകൽ, ഇങ്ങനെ പല തരത്തിലുള്ള ഓർമ്മക്കുറിപ്പുകളുണ്ടാവും. ഈ ഓർമ്മക്കുറിപ്പ് വരുന്നു എന്നുള്ളതിനെ ബഷീർ എങ്ങനെയാണ് കാണുക? യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് അതൊരു ഇൻസൈഡർ എക്സ്പീരിയൻസ് ഉള്ള, എന്നാൽ മാറി നിന്ന് ഇത് എഴുതാവുന്ന എന്ന് ഞാൻ പറയുന്നത് അവരുടെ ഇറ്റാലിയൻ പൗരത്വം വെച്ച് അവർ ജനിച്ചത് ഇവിടെയല്ല എന്നതുകൊണ്ട്, അവരിവിടേക്ക് വന്നു ചേർന്ന ഒരാളാണ് എന്നതുകൊണ്ട് ഒരു പക്ഷേ അവർക്ക് ഈ രാജ്യത്തെയും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും ഒക്കെ പുറമേ നിന്ന് നോക്കിക്കാണാനുള്ള ഒരു കപ്പാസിറ്റി കൂടി അവശേഷിക്കുന്നുണ്ടാകും. അത് വച്ച് ഇതിനെ പുറമേ നിന്ന് ഇവിടെ വന്നു ചേർന്ന ഒരാൾ നോക്കിക്കാണുന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായ പരിണാമത്തെ കുറിച്ച് എഴുതാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഒരുപക്ഷെ സോണിയാഗാന്ധിയാണ് എന്ന് നമുക്ക് പറയാം. 2 തവണയല്ല 3 തവണ അവർക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിയാകാമായിരുന്നു. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം എല്ലാവരുടെയും കണ്ണ് ആ കുടുംബത്തിലെ അടുത്തയാൾ എന്ന മട്ടിലാണ് പോയത്. വലിയ തർക്കങ്ങൾ അന്ന് കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്നു. PV നരസിംഹറാവു അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്നത് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം വന്നതാണ്. അതുപോലെ സീതാറാം കേസരിയാണ് അവർ AICCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ AICCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കോ പ്രധാനമന്ത്രി പദത്തിലേക്കോ ഞാനില്ല എന്ന് പറഞ്ഞ അന്ന് സോണിയ രാഷ്ട്രീയം എൻ്റെ മേഖലയെ അല്ല എന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ മാറി നിന്നത്. ഒരു നിലക്കും പിൽക്കാലത്ത് UPA അധ്യക്ഷയായി അവർ വന്നെങ്കിലും രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന അഡമൻ്റായ നിലപാടെടുത്ത് പോവുകയായിരുന്നു അവർ. ഒരുപക്ഷേ അത് ആ കുടുംബത്തിൽ നിന്നുള്ള അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും. അടിയന്തരാവസ്ഥ മാത്രമല്ല, അതിനുശേഷം അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ മരണം അവർ കണ്ടിട്ടുണ്ടാകും, അപകട മരണം. അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെയും അതുപോലെ സ്വന്തം ഭർത്താവിൻ്റെയും ഒക്കെ രാഷ്ട്രീയ ബന്ധം, ഇത്തരം അനുഭവങ്ങളിലൂടെ വന്ന് ഞാനിനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കില്ല, ഒരു ഘട്ടത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാനില്ല എന്നന്ന് വ്യക്തമാക്കിയതിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള
സവിശേഷമായ സാഹചര്യങ്ങളുടെ വലിയ സമ്മർദ്ദം കൊണ്ടാണ് അവർ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. 2004 തോന്നുന്നു ആദ്യമായി അവർ റായ്ബറേലിയിലും പിന്നീട് തൊട്ടടുത്ത് അമേത്തിയിൽ രാഹുൽ ഗാന്ധിയും മത്സരിക്കാനിറങ്ങുന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UPA വിജയം നേടുമ്പോൾ അവരാണ് പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരൊരു പക്ഷേ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അവരുടെ വിദേശ പൗരത്വം ഉയർത്തി കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ പ്രധാനപ്പെട്ടവർ സാങ്മ, അതുപോലെ ശരത് പവാർ, അതുപോലെ ബീഹാറിൽ നിന്നുള്ള, അതെ ഈ 3 നേതാക്കളുടെ, മമതാ ബാനർജിയും കുറച്ചത് ഉയർത്തിയിട്ടുണ്ട്. ഈ 3 നേതാക്കളുടെ വലിയ ക്യാമ്പയിൻ കോൺഗ്രസിനകത്ത് ഭയങ്കരമായ പ്രശ്നമുണ്ടാക്കി. ഇത് BJP ഒരു ആയുധമാക്കി മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതായത് ഇറ്റാലിയൻ പൗരത്വം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയാകുന്നു എന്ന മട്ടിൽ സുഷമ സ്വരാജിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ തോതിൽ സുഷമ സ്വരാജ് അവിടെ മത്സരിക്കാൻ പോയി ബെല്ലാരിയിലാണ്. ഈ വിധത്തിൽ വലിയ തോതിൽ BJP അത് ക്യാമ്പയിനായി എടുക്കുക കൂടി ചെയ്തതോടുകൂടി താൻ പ്രധാനമന്ത്രി പദത്തിലേക്കില്ല എന്ന്. ഏതാണ്ടൊരു 64 മണിക്കൂർ നീണ്ടു നിന്നൊരു ക്രൈസിസ് ആയിരുന്നു അത് 2004 തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള. എനിക്ക് ഓർമ്മയുണ്ട്, മേമൻ എന്ന സെക്കൻഡ് നെയിമുള്ള ഒരു CNN കറസ്പോണ്ടൻ്റ് ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇസ്ലാമാബാദ് ബേസ്ഡ് ആയിട്ടാണ് അദ്ദേഹം അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അദ്ദേഹം ഒരു പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് വന്നിറങ്ങുന്നു ഈ ക്രൈസിസ് നിലനിൽക്കുമ്പോൾ. അത്രക്ക് വലിയ ലോകം മുഴുവനും നോക്കി നിന്നൊരു ക്രൈസിസ് ആയിരുന്നു. ഈ സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം നിരസിച്ചു, തുടർന്ന് അങ്ങോട്ട് എങ്ങനെ എന്നത്. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ മാരത്തോൺ ചർച്ചകൾ നടത്തിയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനം ബ്രേക്ക് ചെയ്യുന്ന രാജീവ് സർദേശായിയാണ് യഥാർത്ഥത്തിൽ ആ തീരുമാനം, മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി എന്ന തീരുമാനം ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. ആ രാജീവ് അത് റിപ്പോർട്ട് ചെയ്യുന്ന പൊസിഷനിൽ ഇന്ത്യയിലെ ഒരുപാട് മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട്. അവിടെ ആ ക്രൈസിസ് നമുക്കറിയാം. ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സ്ത്രീ ഇന്ദിരാഗാന്ധിക്ക് ശേഷം വീണ്ടും പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് എല്ലാവരും വിചാരിക്കുന്നു. ആ UPAയുടെ ഭാഗമായിരിക്കുന്ന കോൺഗ്രസ്, മറ്റ് ഘടകകക്ഷികൾ, ഒരു പക്ഷേ എതിർക്കാനിടയുള്ള എല്ലാ ഘടകകക്ഷികളും സോണിയ പ്രധാനമന്ത്രിയാകുന്നതിനെ പിന്തുണയ്ക്കുന്നു. അക്ബർ റോഡിൽ സോണിയാഗാന്ധിയുടെയും മറ്റും വീടിന് മുമ്പിൽ വലിയൊരു മരമുണ്ട്. ആ മരത്തിന് മുകളിൽ ഞാൻ ഇപ്പോഴും ഇന്ത്യ വിഷൻ്റെ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചത്, സിന്ധുകുമാർ എന്ന ക്യാമറമാനാണ് എൻ്റെ SK ആണ് ക്യാമറ തിരിച്ചു വെച്ച് എനിക്ക് ഓർമ്മ. അതിൻ്റെ മുകളിൽ കയറി UPയിൽ നിന്ന് വന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ 3 പേര് ഇതിൻ്റെ മുകളിൽ കയറി ഒരാൾ കഴുത്തിൽ കയറിട്ടു, ചാടും എന്ന് പറഞ്ഞു, സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായിട്ടില്ലെങ്കിൽ. ഇത്രയും വലിയ ക്രൈസിസിനിടയിൽ വളരെ റിലക്റ്റൻ്റ് ആയിരുന്നു സോണിയാഗാന്ധി അന്ന് പ്രധാനമന്ത്രി പദം സ്വീകരിക്കുന്നതിൽ. അവരന്ന് സ്വീകരിച്ചില്ല. 2009 അവർ തന്നെ UPA അധ്യക്ഷയായി നിന്ന് മുന്നണിയെ നയിച്ച് 2009 വീണ്ടും അധികാരത്തിൽ വന്നു. ആ ഘട്ടത്തിലും അവരുടെ മേലെ സമ്മർദ്ദമുണ്ടായി. അന്ന് അവർ MP ആണ്, പക്ഷേ അവർ പ്രധാനമന്ത്രി പദം സ്വീകരിച്ചില്ല. ഒരുപക്ഷെ ഇന്ത്യ പോലെ വളരെ വിശാലമായ ഒരു രാജ്യത്തിൻ്റെ, വളരെ ചരിത്രമുള്ള പൊളിറ്റിക്കൽ ലെഗസിയുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒറിജിനലി ഇവിടെ ജനിക്കാത്ത ഒരാൾ വരേണ്ടതില്ല എന്ന സ്വന്തം തീരുമാനമായിരിക്കാം സോണിയാഗാന്ധി നടപ്പാക്കിയത് എന്നാണ്. അല്ലാതെ മറ്റൊരു തടസ്സവും യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. ഒരുപക്ഷെ സ്വന്തം കൺവിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം സോണിയാഗാന്ധി ഈ പ്രധാനമന്ത്രി പദം നിരസിച്ചത് എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. പക്ഷേ ഈ പുസ്തകം വരുമ്പോൾ രാജീവ് പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധിയുമായുള്ള ബന്ധം, അടിയന്തരാവസ്ഥക്കാലം, അതിനു മുമ്പ് രാജീവ് ഗാന്ധിയെ കണ്ടുമുട്ടുന്ന കാലം, പിന്നീട് ഈ വന്ന ദുരന്തങ്ങൾ, കുടുംബത്തിൽ വന്ന ദുരന്തങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒടുവിൽ രാജീവ് ഗാന്ധിയുടെ ഘാതകർക്ക് ആ കുടുംബം മാപ്പ് നൽകണം എന്ന നിലപാടെടുക്കുന്നത് വരെ അത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു ഇൻറ്റേർണലായ ഇടപാടുകൾ, തീരുമാനങ്ങൾ, ചർച്ചകൾ, അതൊക്കെ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ആ തീരുമാനങ്ങളിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു ക്ലോസ് അക്കൗണ്ട് എന്ന മട്ടിൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു പുസ്തകമായിരിക്കും ഇത്. അതെ, അതാണ് ഞാനും വിചാരിക്കുന്നത്. ഈ സോണിയാഗാന്ധി ഇത്രയും വലിയൊരു രാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് വരുന്നതിന് മുമ്പ് രാജീവ് ഗാന്ധി അധികാരഭ്രഷ്ടനാകുന്നതിന് കാരണമായ ബോഫോഴ്സ് കുംഭകോണ കാലത്ത് സോണിയാഗാന്ധിയുടെ പേര് അതിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. ഒട്ടാവിയോ കൊട്രോച്ചിയുമായിട്ട് സോണിയാഗാന്ധിയുടെ കുടുംബത്തിനുള്ള ബന്ധം, അതുവഴി കൊട്രോച്ചിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ കിട്ടിയ അധിക സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള ഒരുപാട് കഥകൾ അക്കാലത്ത് സ്ഥിരീകരിച്ചതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അന്ന് പുറത്തേക്ക് വന്നിരുന്നു. ഒരുപക്ഷെ ഈ മെമ്മോയസിൽ
അതുമൊക്കെ ഉണ്ടാകണം. കാരണം അത് അക്കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഇവൻ്റായിരുന്നു. ഒരു പക്ഷേ 1984 400-ലധികം സീറ്റ് നേടി കോൺഗ്രസ് അധികാരത്തിലെത്തിയതിന് ശേഷം ഒരു 5 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും രാജീവ് ഗാന്ധി വലിയ അഴിമതി ആരോപണം നേരിട്ട് അധികാരത്തിൽ ഒരു ആയുധ ഇടപാടുകാരനായിരുന്നു. ഇന്ത്യയുടെ ഡിഫൻസ് സംവിധാനത്തിന് വേണ്ടി ഹൊവിറ്റ്സർ എന്നു പേരുള്ള ഒരു തോക്ക് വാങ്ങിയതിൽ 64 കോടി രൂപയുടെ കിക്ക് ബാക്ക് ഉണ്ടായി എന്നോ മറ്റോ ആയിരുന്നു ആരോപണം. അവരുടെ ഇറ്റാലിയൻ പൗരത്വം വെച്ച് അത് സോണിയാഗാന്ധിയിലേക്കാണ് ആരോപിക്കപ്പെട്ടത്. അതിനുശേഷം പല ഇടങ്ങളിലെ കേസിൻ്റെ അവസാന സ്റ്റേജ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ വധം പോലെ തന്നെ ഒരുപക്ഷെ ഈ ബോഫോഴ്സ് ഇടപാടുമൊക്കെയായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവരുടെ അക്കൗണ്ട്, അവരുടെ വേർഷൻ എന്താണ് എന്നതായിരിക്കും ഈ പുസ്തകത്തെ. അതാണ് ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഒരു കഴിഞ്ഞ ഒരു 50 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരുപാട് ഇതുവരെ മുഴുവനായും റിവീൽഡ് ആവാത്ത മുഹൂർത്തങ്ങളിലേക്കുള്ള ഒരു പേഴ്സണലായ ഒരു അക്കൗണ്ട് എന്ന മട്ടിൽ നമുക്ക് ഈ പുസ്തകത്തെ കാണാം. കോൺഗ്രസിലുള്ള മറ്റ് നേതാക്കളുമായിട്ടുള്ള ബന്ധം, കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളായി പിന്നീട് വന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായിട്ടുള്ള ബന്ധം, അതിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇടതുപക്ഷത്തെ നേതാക്കൾ, പ്രത്യേകിച്ച് CPIMൻ്റെ ജനറൽ സെക്രട്ടറിമാരായിരുന്ന 3 പേർ അക്കാലത്ത്, ഒന്ന് ഹർകിഷൻ സിംഗ് സുർജിത്ത്, ഒന്ന് പ്രകാശ് കാരാട്ട്, പിന്നെ സീതാറാം യെച്ചൂരി കുറച്ചു കാലം, ഈ 3 നേതാക്കളുമായിട്ടുണ്ടായിരുന്ന ബന്ധം, ഇതേക്കുറിച്ചൊക്കെ യെച്ചൂരി ഒരു ഘട്ടത്തിൽ സോണിയാഗാന്ധിയുമായി വളരെ അടുത്ത രാഷ്ട്രീയമായ ഉപദേശങ്ങൾക്ക് യെച്ചൂരി വളരെ ക്ലോസ് ആയ ബന്ധമുണ്ടായിരുന്നു എന്നാണ്. ഒടുവിലത്തെ 2ാം UPA ഒക്കെ കാലത്ത് വലിയ തോതിലുള്ള ബന്ധം യഥാർത്ഥത്തിൽ അവർ തമ്മിലുണ്ടായിരുന്നു എന്നാണ്. നയപരിപാടികളിൽ സോണിയാഗാന്ധിയുടെ നിലപാടുകളെ സ്വാധീനിക്കാവുന്ന വിധത്തിലുള്ള സ്വാധീനം ഇടതുപക്ഷ പാർട്ടികൾക്ക് സോണിയാഗാന്ധിയുടെ മേലെ ഉണ്ടായിരുന്നു ഒടുവിലാകുമ്പോൾ എന്നൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയവുമായി വളരെ ക്ലോസ് ആയി നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. ഇത് പറയുമ്പോഴേ വേറൊരു കാര്യം കൂടെ, ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ മരണം, അതിൽ ശിക്ഷിക്കപ്പെട്ട 2 പേരുടെ മോചനത്തിൻ്റെ, അല്ലെങ്കിൽ അവർക്ക് മാപ്പ് നൽകണം, അവരെ മോചിപ്പിക്കണം എന്ന് പരസ്യമായി ആവശ്യപ്പെടുക, ഇത്തരം തീരുമാനത്തിലേക്കൊക്കെ എത്തുമ്പോൾ, ഇപ്പോൾ ഞാനത് പറയാൻ കാര്യം, രാഹുൽ ഗാന്ധിയുടെ ഈ കുറിപ്പ്, ഈ പുസ്തകത്തെക്കുറിച്ചുള്ള കുറിപ്പ് സോണിയയും രാജീവും തമ്മിലുള്ള ഒരു ബന്ധത്തെ, അതിൻ്റെ ഒരു അടുപ്പത്തിൻ്റെ ഒരു ആഴം സൂചിപ്പിച്ചുകൊണ്ടുള്ളൊരു കുറിപ്പാണ് രാഹുൽ ഗാന്ധി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ മക്കളായ രാഹുലുമായിട്ടും പ്രിയങ്കയുമായിട്ടും ഇതേക്കുറിച്ചൊക്കെ ആദ്യമായി സംസാരിച്ചത്, അവരുടെ റെസ്പോൺസ്, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഒരു പക്ഷേ ഈ ഓർമ്മക്കുറിപ്പുകൾ കടന്നു പോയേക്കാം. എങ്ങനെയാണ് ഇത്രയും വളരെ ആഴത്തിൽ സ്പർശിക്കാനിടയുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയത്? നളിനിയെ പോയി പ്രിയങ്ക കാണുന്നുണ്ട്. അങ്ങനെ കാണാൻ തീരുമാനിക്കുമ്പോൾ അതിനോട് സോണിയ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇങ്ങനെ പല മേർ രാഷ്ട്രീയം മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരുപക്ഷെ വ്യക്തിജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുത്ത സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ ആ ഓർമ്മക്കുറിപ്പിൽ തുറന്ന് പറയുന്നുണ്ടാവും. പുറമേക്ക് ഇപ്പോൾ ഈ പോസ്റ്റർ പുറത്തു വന്നതിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ മുഴുവൻ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന BJPയുടെ അല്ലെങ്കിൽ ആ സംഘപരിവാരത്തിൻ്റെ അനുയായികളുടെ ഹെയ്റ്റ് കമൻറ്റുകളാണ് കൂടുതലായും അതിൽ വരുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇറ്റാലിയൻ പൗരത്വമുള്ള ഒരാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ ഈ കുടുംബമാണ് ഇത്രയും കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചത്, ഈ കുടുംബം നിയന്ത്രിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെയായി പോയത്, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരം കമൻറ്റുകളാണ്. ഞാനിതിനെ 2029 തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ സോണിയാഗാന്ധിയുടെ ഈ പുസ്തകത്തിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ, സോണിയാഗാന്ധി ഇനി അങ്ങോട്ട് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഒരു മത്സരാർത്ഥിയല്ല. ഒരു കാരണവശാലും അവരും രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള ഒരു സാധ്യതയും അവിടെയില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതുവരെ വെളിപ്പെടുത്തപ്പെടാത്ത ഭാഗം, അവരുടെ വേർഷൻ പുറത്തേക്ക് വരുന്നൊരു പുസ്തകം കൂടി ഇറങ്ങിക്കഴിഞ്ഞായിരിക്കും 2029 തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുക. ഇതുവരെയുള്ള സോണിയാഗാന്ധിയെക്കുറിച്ച് ഇപ്പോൾ ഈ പറയുന്ന ആ കമൻറ്റിന് ആ ലേഖനത്തിന് താഴെ വരുന്ന കമൻറ്റ് പോലെയുള്ള ഒരു അന്തരീക്ഷം രാജ്യത്ത് ഇനി നിലനിൽക്കില്ല എന്നാണ് എനിക്ക്. കാരണം അധികാരത്തിലേക്ക് ഇനി സോണിയാഗാന്ധി കണ്ണുവെക്കുന്നില്ല, ഒരിക്കലും അവർ കണ്ണുവെച്ചില്ല. ഇനി നേരിട്ട് അത്തരത്തിലുള്ള പദവിയിലേക്ക് അവരെത്താൻ പോകുന്നില്ല. അപ്പോൾ ഇന്ത്യയെ പുറത്തുനിന്ന് ഇവിടേക്ക് വരികയും ഈ നാടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വളരെ അവിഭാജ്യമായ ഭാഗമായി തീരുകയും ചെയ്ത ഒരു സ്ത്രീ അവരുടെ ജീവിതം എഴുതി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അന്തരീക്ഷത്തിൽ നിന്ന് ഈ ഹെയ്റ്റ് സോണിയ എന്ന കാര്യത്തിന് വിടുതൽ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വിധത്തിലായിരിക്കും ഇത് വരാൻ പോകുന്നത്. റൈറ്റ്. എന്തായാലും ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ വളരെ ശ്രദ്ധേയമാണ്, ബിലോങ്ങിങ് എ ജേർണി ഓഫ് ലവ് എന്നുള്ളതാണ്. എ ജേർണി ഓഫ് ലവ് എന്ന് പറയുമ്പോൾ അത്
ഒരു വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ മാത്രം തുടർച്ചയല്ല, മറിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഒരു ദേശത്തേക്ക് വരികയും ആ ദേശത്തോട് തുടർന്നങ്ങോട്ടുണ്ടായ ഇഷ്ടത്തിൻ്റെയും ആ ഇഷ്ടത്തിൻ്റെ തുടർച്ചയുടെയും കൂടെ കഥയായിരിക്കണം ഒരുപക്ഷെ ഈ ഓർമ്മക്കുറിപ്പിൽ ഉണ്ടാവുക. അതിനെ സൂചിപ്പിക്കുന്നതാവണം ബിലോങ്ങിങ് എ ജേർണി ഓഫ് ലവ് എന്ന പേര് എന്ന് കരുതുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.